ഹായ് ഗായ്സ്. ഇപ്പോൾ ഞാനിന്ന് ഓസ്ട്രേലിയയിൽ ഒരു മൂവിങ് ട്രക്ക് ഹയർ ചെയ്യാൻ പോവാണ്. 4.2 മീറ്ററിൻ്റെ ഒരു മൂവിങ് ട്രക്കാണ്. നമ്മൾ അവീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ നിന്നാണ് ട്രക്ക് ഹയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഒരു അവീസ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. ഞാൻ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ട്രക്ക് ഹയർ ചെയ്ത് ഹോർഷോ ആണ് പോകാനുള്ളത്. ഒരു ഹൗസ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നമുക്കിനി അവിടെ കയറിയിട്ട് നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഫൈനലി നമ്മൾ ട്രക്കിൻ്റെ കീ കിട്ടി. ഒരു മൂവിങ് ട്രോളി അവിടുന്ന് റെൻറ്റ് ചെയ്തു. നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിലേതോ ഒന്നാണ്, ഇതായിരിക്കും നമ്മുടെ ട്രക്ക്. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ ട്രക്ക്. സോ ഇത് ഹയർ ചെയ്ത ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്കാണ് ഹയർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് ഇസൂസിൻ്റെ ട്രക്കാണ്, ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ നമുക്ക് ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് ഗായ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ട്രക്ക് സ്ലോക്കാണ്. നമുക്ക് ട്രക്ക് എടുത്ത് നമുക്ക് നേരെ ഹോർഷൻ വിടാം. യെസ്. ഓ മൈ ഗാഡ്, അടിപൊളി. ഒരു ഗംഭീര ക്യാബിനാണ്. ഇത് ഇസൂസിൻ്റെ വണ്ടിയാണ്, ഇസൂസിൻ്റെ ഓട്ടോമാറ്റിക്കാണ്. സോ ഓടിക്കാൻ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. ഡീസലാണ്. അടിപൊളി വിസിബിലിറ്റി ഉണ്ട്. സോ ഇവിടുന്ന് ഒരു 300 കിലോമീറ്ററോളം ഹോർഷത്തിനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഹോർഷത്തിന് വിടാൻ പോവാണ്. സോ ഈ വണ്ടി എടുത്തേക്കുന്ന വണ്ടി നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഓസ്ട്രേലിയൻ ഫുൾ ലൈസൻസ് വേണം. അത് 25-26 ഏജിന് മുകളിലായിരിക്കണം നമ്മുടെ പ്രായം. സോ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ദെൻ നമ്മുടെ ബാങ്ക് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം. ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. വാ, ഓക്കെ, ലെറ്റ്സ് ഗോ ഗായ്സ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10-30 കിലോമീറ്ററോളം പോയിട്ടുണ്ടാവും. 30-35 കിലോമീറ്റർ ആയി കാണും. വണ്ടി സൂപ്പറാട്ടോ, അടിപൊളിയാണ്. കയറ്റമാണ്. അപ്പോൾ ഇങ്ങനെ വലിഞ്ഞ് കയറി പോയിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി അടിപൊളിയാണ്. നമ്മൾ ഏകദേശം ഒരു 110 സോണിലാണ് ഉള്ളത്. നമുക്ക് കയറ്റം ഇറക്കമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല. നമ്മൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും. ഏകദേശം ഒരു 4 മണി, 3:30-4 മണിയാണ് പ്രതീക്ഷിക്കുന്നത്. സമയം ഏകദേശം. ഞാൻ റിവേഴ്സ് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറകെ വരുന്ന വണ്ടി നമുക്ക് റിയർ വ്യൂ മിററിൽ വ്യൂ ഇല്ലാത്തതുകൊണ്ട് ഇതിൽ കാണാം. ഗൈസ്, ഞാനിപ്പോൾ ഒരു റെസ്റ്റ് റൂമിൽ വണ്ടി നിർത്തിയേക്കുവാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഏകദേശം നമ്മൾ ഇപ്പം 2:30 ആയി. നമ്മൾ 11:30 വണ്ടി എടുത്ത് ഏകദേശം 3 മണിക്കൂറോളമായി. 3 മണിക്കൂറോളം നമ്മൾ ഡ്രൈവ് ചെയ്ത്. ഇപ്പോൾ ഇനി ഒരു 1 അവറും കൂടെ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോകാം. സാവിയും ഉണ്ടാവും, ഞാനും ഉണ്ടാവും, സിയാറിയും ഉണ്ടാവും. ഞങ്ങൾ 3 പേർക്ക് മാത്രമായിട്ട് വലിയൊരു പാർക്കും വലിയൊരു ഗ്രൗണ്ടും ഞങ്ങൾ എന്നും അങ്ങനെ കളിച്ച് വന്നിട്ടുള്ളതാണ്. പിന്നെ നാട്ടുമക്കൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ഹോർഷത്തിമാരെ അവർ കുറച്ച് നാളും കൂടി നാട്ടുമക്കളുണ്ടായിരുന്നു. ഇനീഷ്യൽ ഒത്തിരി ജസ്റ്റിനും ഹെൽപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നിന്ന്. പിന്നെ ലൈഫിൻ്റെ ഓരോ സ്റ്റെപ്പിലേക്കാണ് കയറുന്നത്. നല്ലൊരു സ്റ്റെപ്പാണ്. അവരുടെ ആ സന്തോഷത്തിൽ നമ്മളെല്ലാവരും സന്തോഷത്തോടെ തോന്നുന്നു. പുതിയ വീട്ടിലേക്കാണ് അവർ. നമ്മൾ ഒരിക്കലും ഇത്ര പ്രതീക്ഷിച്ചില്ല. നമ്മൾ 1-2 പേരൊക്കെ വരുമെന്ന് എൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അങ്ങോട്ട് സ്വാഗതം. മെൽബൺ പോകുന്ന വഴിക്ക് എല്ലാവർക്കും മഴ. ജിഷ ചേച്ചിക്ക് ഞങ്ങൾ ഓൾറെഡി ഒരു ഡേക്കറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ട്രക്ക് ഹയർ ചെയ്തതിൻ്റെ
ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്ന് വെച്ചെന്നാൽ നമ്മൾ ടോട്ടൽ റൈഡ് ചെയ്തത് 590 കിലോമീറ്ററാണ് അപ്പ് ആൻഡ് ഡൗൺ. അതിൽ 100 കിലോമീറ്റർ നമുക്ക് ഫ്രീ ആണ്. സോ ആഫ്റ്റർ ദാറ്റ് 490 കിലോമീറ്റർ നമ്മൾ പേ ചെയ്യണം. അപ്പോൾ 1 കിലോമീറ്ററിന് 30 സെൻറ്റ് വെച്ചിട്ട് ഏകദേശം $141 നമ്മൾ കിലോമീറ്ററിന് പേ ചെയ്തു. അതുകൂടാണ്ട് 1 ഡേ ട്രക്ക് ഹയർ ചെയ്യുന്നതിന് $242. പിന്നെ നമ്മൾ ഒരു മൂവിങ് ട്രോളി ഹയർ ചെയ്തായിരുന്നു, അതിനൊരു $15. സോ പിന്നെ വരുന്നത് നമുക്ക് ഫ്യൂൽ എക്സ്പെൻസ് ആണ്. ഓൾമോസ്റ്റ് ഒരു 200 ഫ്യൂൽ എക്സ്പെൻസ് വന്നു. അങ്ങനെ ടോട്ടൽ ഒരു 598 600 തന്നെ നമുക്ക് ട്രക്ക് ഹയർ ചെയ്തതിന് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഫൈനലി സ്ഥലത്തെത്തി. ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 11:53. ഇന്നലെ അതായത് ശനിയാഴ്ച 11:30 എടുത്ത സാധനം നമ്മൾ കറക്റ്റ് 24 മണിക്കൂറുണ്ട്. നമുക്ക് 1 മണിക്കാണ് റിട്ടേൺ ചെയ്യേണ്ടത്. നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഫുൾ അൺലോഡ് ചെയ്ത് അപ്പം വണ്ടി ഞാൻ ഒന്ന് സൈഡിൽ പാർക്ക് ചെയ്തേക്കുവാണ്. ഒരു 12 മണിയാകുമ്പോൾ 1 മണിയാകുന്നതിന് മുമ്പ് നമുക്ക് റിട്ടേൺ ചെയ്താൽ മതി. കറക്റ്റ് ഒരു ദിവസവും അതായത് 11:30 എടുത്ത് നമുക്ക് 11:30 അവർ 1 മണി വരെ നമുക്ക് അലോ ചെയ്തു. അപ്പം അത്രയും സമയം കിട്ടി. ഞാനിങ്ങനെ വന്നേ തുള്ളി ഇപ്പം ഭയങ്കര തുള്ളല. ലോണുള്ളപ്പോൾ ഇത്രയും തുള്ളലില്ലായിരുന്നു. പക്ഷെ ഇത് രസമായി തുള്ളത്. ഒന്നത് ഈസി എക്സ്ട്രാ കംഫോർട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഫൈനൽ അങ്ങനെ അവീസിൽ കൊണ്ടുപോയിട്ട് ട്രക്ക് റിട്ടേൺ ചെയ്തേക്കുവാണ്. നമ്മൾ കറക്റ്റ് ട്രക്ക് റിട്ടേൺ ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ ഒരു 3, 4, 5 ട്രക്ക് ഒന്നും ഇന്നലെ ഉണ്ടായില്ല. എല്ലാം പോയേക്ക് വരുന്നു ഹയറിന്. ഇതാണ് നമ്മൾ കൊണ്ടുവന്ന ട്രക്ക്. നമ്മളിവിടെ കറക്റ്റ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കീ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് പോകാം. അപ്പോൾ നമ്മൾ കറക്റ്റ് 24 മണിക്കൂറിൻ്റെ ചാർജാണ്, 1 ഡേ ചാർജാണ്